ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങളെല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിൽ വെൽക്കം ഗൈസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോവാണ് മുരിങ്ങപ്പൂൻ്റെ പൊക്കവട. മുരിങ്ങപ്പൂൻ്റെ പൊക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ലേശം പരിപ്പും പിന്നെ ഒന്ന് ക്രിസ്പ് ആവാൻ വേണ്ടിയിട്ട് ലേശം പച്ചരി ഇട്ട് വെച്ചേനു. പിന്നെ അത് ഞാൻ നല്ലോണം മിക്സാക്കി എടുത്തേനു. മിക്സാക്കുന്ന ശേഷം ഗൈസ് ഇവിടെ പ്ലേറ്റിലെടുത്തത് വലിയ ഉള്ളിയും പച്ചമുളകും ലേശം വെളുത്തുള്ളി ഇതിന് ശേഷം ഇത് ഞങ്ങൾ പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. നല്ലോണം മിക്സാക്കി എടുക്കുന്ന ശേഷം ഗൈസ് അതിൽ ഞങ്ങൾ മുരിങ്ങപ്പൂ കരുകി വെച്ചിട്ടുണ്ട്. അത് എടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കണം. രണ്ടും കൂടി നല്ലോണം മിക്സ് ആക്കുന്ന ശേഷം കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് നിങ്ങൾ റെസ്റ്റിൽ വെച്ചാൽ മതി. പക്ഷേ എനിക്ക് ഇന്ന് സമയമില്ലാത്ത കാരണം ഞാൻ റെസ്റ്റിൽ വെച്ചിട്ടില്ല. പിന്നെ ഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ മുളക് പൊടി ആഡ് ചെയ്യണം. ഇന്ന് സോനും കുട്ടി അതും തിന്നല വിചാരിച്ചിട്ട് ഞാൻ മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഗൈസ് ഇവരെ നോക്കി എൻ്റെ ചട്ടി ചൂടായിരുന്നു. ചട്ടി ചൂടാன ശേഷം ഞങ്ങൾ എണ്ണ പറഞ്ഞിട്ട് ഗൈസ് എണ്ണ നല്ലെണ്ണ ചൂടാകുമ്പോൾ ഗ്യാസ് സിമ്മാക്കണം. സിമ്മാക്കുന്ന ശേഷമാണ് ഇത് കുഞ്ഞു കുഞ്ഞു പൊക്കവട പോലെ ഇടേണ്ടത്. പക്ഷേ ഗൈസ് ഇത് നിങ്ങൾ വിചാരിക്കേണ്ടതാണ് വൈകുന്നേരത്തെ ചായക്കടിക്ക് ഉണ്ടാക്കണം. അത് മുരിങ്ങപ്പൂൻ്റെ ഏതോ കാരണം ഞങ്ങളത് ചോർക്ക് കൂട്ടും. അത് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ചോർക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കുന്നുണ്ട്. അത് കണ്ടോ ഞങ്ങൾ കുറച്ച് ഗ്യാസ് സിമ്മാക്കിയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ അത് കറുത്ത കളറായി പോകും. അതന്നെ ഗ്യാസ് സിമ്മാക്കിയിട്ട് എപ്പോഴത്തെ നല്ലെണ്ണ ഫ്രൈ ആക്കിയിട്ട് എടുത്തായിരുന്നു. ഇവിടെ നോക്കി ഓൾമോസ്റ്റ് എൻ്റെ പൊക്കവട റെഡി ആയിട്ടുണ്ട്, മുരിങ്ങപ്പൂൻ്റെ പൊക്കവട. അപ്പോൾ നിങ്ങൾ ഇവിടെ ദിവസം എങ്ങനെ പൊക്കവട ഉണ്ടാക്കി തിന്നാൻ നോക്കണം കേട്ടോ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ നോക്കി പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കി പരിപ്പ് തളിച്ചതും പിന്നെ ചോറും പിന്നെ ഇന്നലത്തെ കുറച്ച് ആടിറച്ചി ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.